അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യാനെത്തുന്നത് എം.എ. റസാഖ് മാസ്റ്ററാണ്. കുന്നമംഗലത്ത് നിന്ന് 13,313 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് റസാഖ് മാസ്റ്റർ നിയമസഭയിലേക്ക് വിജയിച്ചു കയറിയത്. പി.ടി. റഹീമിനെ തോൽപ്പിച്ചാണ് നിയമസഭാംഗമാകുന്നത്. മാസ്റ്റർ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവാജ്യമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സർവശക്തനായ സൃഷ്ടാവിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റായിരുന്നു എം.എ. റസാഖ് മാസ്റ്റർ. നിയമസഭയിൽ ഇത് ആദ്യമാണ്. അദ്ദേഹം 1.5 പതിറ്റാണ്ടിന് ശേഷം ലീഗ് എം.എൽ.എ. ശ്രീ റെജി ചെറിയാൻ. കുട്ടനാട്ടിലെ അട്ടിമറി ജയത്തിലൂടെ നിയമസഭയിലേക്ക് റജി ചെറിയാൻ 20,600 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് തോമസ് കെ തോമസിനെ തോൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എം.എൽ.എ. സഭയിലേക്ക് ഇതാദ്യമാണ്. റജി ചെറിയാൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടു കൂടി നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. വലിയ ജനസമ്മതിയുള്ള നേതാവാണ്. കുട്ടനാട്ടിൽ നമുക്കറിയാം ഏറെക്കാലമായി അവിടെ തോമസ് കെ തോമസ്, അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ സഹോദരനൊക്കെ ആയിരുന്നു നിയമസഭാംഗം. റജി ചെറിയാൻ അട്ടിമറി വിജയമാണ് അവിടെ സ്വന്തമാക്കിയത്. ഈ സഭയിലെ ഏറ്റവും സമ്പന്നനായ നിയമസഭാംഗം കൂടിയാണ്. വടകര എം.എൽ.എ. കെ രമ സത്യപ്രതിജ്ഞയ്ക്ക് എത്തുന്നു. 14,862 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കെ രമ ഇത്തവണ വടകരയിൽ നിന്ന് നിയമസഭയിലേക്ക് വിജയിച്ചത്. എം.കെ. ഭാസ്കരനെ തോൽപ്പിച്ചുകൊണ്ട് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. സഗൗരവം സത്യപ്രതിജ്ഞ. എം.കെ. ഭാസ്കരനെ തോൽപ്പിച്ചുകൊണ്ട് കെ രമ വടകരയിൽ നിന്ന് വീണ്ടും നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നു. നിയമസഭയിൽ ഇത് 2ാം തവണയാണ്. RMPയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് കെ രമ. TP രക്തസാക്ഷി ദിനത്തിലാണ് വിജയം. ഓർമ്മയുണ്ടാകും നമുക്ക്. പിണറായി വിജയൻ അടക്കം പിന്നിട്ട് നിന്ന സമയത്ത് ഈ 6 റൗണ്ടുകൾ മതി എന്നായിരുന്നു കെ രമയുടെ ഫേസ്ബുക്ക് കുറിപ്പ്.